ആകാശവാണി. ജില്ലാ വൃത്താന്തം. ഇന്ന് തിരുവനന്തപുരം ജില്ല. ജില്ലാ വിശേഷങ്ങളുമായി ആകാശവാണി പ്രതിനിധി രജു കോലിയക്കോട്. തിരുവനന്തപുരം ജില്ലയിലെ കൊച്ചുവേളി, നേമം റെയിൽവേ സ്റ്റേഷനുകളുടെ പേരുമാറ്റം കേന്ദ്ര സർക്കാർ അംഗീകരിച്ചു. കൊച്ചുവേളി റെയിൽവേ സ്റ്റേഷൻ ഇനി മുതൽ തിരുവനന്തപുരം നോർത്ത് എന്നും നേമം റെയിൽവേ സ്റ്റേഷൻ തിരുവനന്തപുരം സൗത്ത് എന്നും അറിയപ്പെടും. രണ്ട് സ്റ്റേഷനുകളുടെയും പേരുമാറ്റണമെന്ന സംസ്ഥാന സർക്കാരിൻ്റെ ആവശ്യം കേന്ദ്ര സർക്കാർ അംഗീകരിച്ചു. പേരുമാറ്റം അനുവദിച്ചുകൊണ്ടുള്ള കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിൻ്റെ കത്ത് സംസ്ഥാനത്തിന് ലഭിച്ചു. ഇതോടെ ഈ രണ്ട് സ്റ്റേഷനുകളെയും തിരുവനന്തപുരം സെൻട്രൽ റെയിൽവേ സ്റ്റേഷൻ്റെ സാറ്റലൈറ്റ് ടെർമിനലുകളാക്കാനുള്ള നടപടികൾ സജീവമാകും. തിരുവനന്തപുരം സെൻട്രൽ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് 9 കിലോമീറ്റർ വീതം അകലെയാണ് നേമം, കൊച്ചുവേളി സ്റ്റേഷനുകൾ. വിവിധ പോലീസ് സ്റ്റേഷനുകൾക്കും ബറ്റാലിയനുകൾക്കുമായി വാങ്ങിയ 117 വാഹനങ്ങൾ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഫ്ളാഗ് ഓഫ് ചെയ്തു. 55 കാറുകൾ, ജിംനി വാഹനങ്ങൾ, മീഡിയം ബസ്സുകൾ, ഹെവി ബസ്സുകൾ എന്നിവയാണ് ഫ്ളാഗ് ഓഫ് ചെയ്തത്. കൂടാതെ 55 ഇരുചക്ര വാഹനങ്ങളും പുറത്തിറക്കി. 2023-24 സാമ്പത്തിക വർഷത്തിൽ 151 വാഹനങ്ങൾ വാങ്ങുന്നതിനായി 1203.63 ലക്ഷം രൂപയാണ് അനുവദിച്ചത്. തിരുവനന്തപുരം പേരൂർക്കട SAP ബറ്റാലിയനിൽ നടന്ന ചടങ്ങിൽ സംസ്ഥാന പോലീസ് മേധാവി ഡോക്ടർ ഷെയ്ഖ് ദർവേഷ് സാഹിബ്, മറ്റു മുതിർന്ന പോലീസ് ഓഫീസർമാർ തുടങ്ങിയവർ പങ്കെടുത്തു. സമൃദ്ധിയെ വരവേൽക്കാനായി ശ്രീപത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ നിറപുത്തരി ചടങ്ങുകൾ നടന്നു. ഈ മാസം 12-ന് പുലർച്ചെ 5:30-നും 6:30-നും ഇടയിലാണ് ഈ വർഷത്തെ ആദ്യ വിളവെടുപ്പിൻ്റെ ഒരു ഭാഗം പത്മനാഭസ്വാമിക്ക് സമർപ്പിച്ചത്. പുലർച്ചെ 5:45-ന് പത്മതീർത്ഥക്കുളത്തിൻ്റെ തെക്കേ കൽമണ്ഡപത്തിൽ നിന്നും വാദ്യങ്ങളോടെ തലച്ചുമടായി നെൽക്കറ്റകൾ കിഴക്കേ നാടകശാലയിൽ എത്തിച്ചു. തുടർന്ന് ക്ഷേത്ര ആഴാദിയുടെ നേതൃത്വത്തിൽ പൂജകൾ നടത്തി. പത്മനാഭസ്വാമിയുടെയും ഉപദേവതകളുടെയും ശ്രീകോവിലുകളിൽ കതിർക്കറ്റകൾ നിറച്ചു. പൂജകൾക്ക് ശേഷം ക്ഷേത്രത്തിലെത്തിയ ഭക്തജനങ്ങൾക്ക് അവൽപ്രസാദവും പൂജിച്ച കതിർക്കറ്റകളും നൽകി. കേരള ബാങ്ക്, തിരുവനന്തപുരം CPCയും തിരുവനന്തപുരം ജില്ലാ വ്യവസായ കേന്ദ്രവും സംയുക്തമായി സംരംഭക വികസന ശില്പശാല സംഘടിപ്പിച്ചു. ജില്ലാ വ്യവസായ കേന്ദ്രം ജനറൽ മാനേജർ AS ഷിറാസ് ശില്പശാല ഉദ്ഘാടനം ചെയ്തു. ഒരാഴ്ച നീണ്ടുനിന്ന 2024 അഖിലേന്ത്യാ സൈനിക സ്കൂൾ ഇൻട്രാ സ്പോർട്സ് ആൻഡ് കൾച്ചറൽ മീറ്റ് കഴക്കൂട്ടം സൈനിക സ്കൂളിൽ സമാപിച്ചു. ഓവറോൾ ചാമ്പ്യൻസ് ട്രോഫി കഴക്കൂട്ടം സൈനിക സ്കൂളിന് ലഭിച്ചു. സമാപന ചടങ്ങിൽ സംസ്ഥാന പൊതുമരാമത്ത് ടൂറിസം വകുപ്പ് സെക്രട്ടറി ബിജു മുഖ്യാതിഥിയായി. ദക്ഷിണേന്ത്യയിൽ നിന്ന് നിലവിലുള്ള 4 സൈനിക സ്കൂളുകളിൽ നിന്നായി 400ഓളം കേഡറ്റുകൾ പരിപാടിയിൽ പങ്കെടുത്തു. തദ്ദേശീയ ജനതയുടെ അന്തർദേശീയ ദിനാഘോഷം തിരുവനന്തപുരത്ത് നടന്നു. മുഖ്യമന്ത്രി പിണറായി വിജയൻ ദിനാഘോഷ സന്ദേശം നൽകി. ഞാറനീലി കമ്മ്യൂണിറ്റി സ്റ്റഡി സെൻ്ററിൽ നടന്ന ദിനാഘോഷത്തിൻ്റെ സംസ്ഥാനതല ഉദ്ഘാടനം മന്ത്രി OR കേളു നിർവഹിച്ചു. മാലിന്യ നിയന്ത്രണ സംസ്കരണ രംഗത്തെ മികവിന് തിരുവനന്തപുരം രാജ്യാന്തര വിമാനത്താവളത്തിന് വീണ്ടും ദേശീയ പുരസ്കാരം. ഗ്രീൻ ടെക് ഫൗണ്ടേഷൻ്റെ പൊല്യൂഷൻ കൺട്രോൾ വേസ്റ്റ് റീസൈക്ലിംഗ് എക്സലൻസ് പുരസ്കാരമാണ് എയർപോർട്ടിന് ലഭിച്ചത്. ISO 1400-2015 അംഗീകാരമുള്ള മാലിന്യ സംസ്കരണ സംവിധാനം എയർപോർട്ടിലുണ്ട്. ആമയിഴഞ്ചാൻ തോട് മാലിന്യ പ്രശ്നം പരിഹരിക്കുന്നതിൻ്റെ ഭാഗമായി തമ്പാനൂർ വാർഡ് ജനകീയ സമിതി യോഗം ചേർന്നു. മന്ത്രി MB രാജേഷ് യോഗം ഉദ്ഘാടനം ചെയ്തു. മാലിന്യ നിർമ്മാർജ്ജന പ്രവർത്തനങ്ങളിൽ സർക്കാർ ശ്രമങ്ങളോട് സഹകരിക്കാത്തവരെ പൊതുജനങ്ങൾ ഒറ്റപ്പെടുത്തണമെന്ന് മന്ത്രി MB രാജേഷ് പറഞ്ഞു. ജില്ലാ വൃത്താന്തം സമാപിച്ചു.